ഹലോ ഗേസ്, അസ്സാം വലൈക്കും. നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വെച്ചാൽ സോയാബീൻ റോസ്റ്റാട്ടോ മയോണീസൊക്കെ വെച്ചിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേവിച്ച് വെച്ച സോയാബീൻ മുളകും പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഗരം മസാല ഇടുക, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ. അപ്പോൾ ഇതിലേക്ക് ലേശം കൂടി തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വേവിച്ച് വെച്ച സോയാബീൻ ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ മസാല ആക്കി വെച്ച സോയാബീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹാഫ് വേവിൽ നമുക്ക് എടുത്താൽ മതി, നല്ല മുരിച്ചെടുക്കേണ്ട ഒരു ഹാഫ് വേവിൽ എടുത്താൽ മതി. ആ ഫ്രൈ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ആദ്യം തന്നെ അതാട്ടിട്ട് കൊടുക്കണേ. അതൊന്ന് മൂപ്പിച്ച് വന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള സവോള ഇട്ട് കൊടുക്കുക. സവോളയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്തിനാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് തന്നെ ഇട്ടാലിട്ടാ. ഇതിലേക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് മുളകും പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഞാനിത് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് വഴറ്റി വന്നാൽ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കട്ടോ. മസാല ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട. അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുക. ഈ മസാല ഒക്കെ ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മയോണീസ് ഒഴിച്ച് കൊടുക്കുക. മയോണീസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. എന്നിട്ട് മയോണീസ് ഒഴിച്ച് കൊടുക്കുക. കാരണം തിളപ്പിച്ച മയോണീസ് ആകെ പിരിഞ്ഞ പോലെ ആവും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ. അപ്പോൾ മയോണീസ് നമ്മളെല്ലാ സോയാബീനിലും എല്ലാത്തിനും പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ വളരെയധികം ടേസ്റ്റിയുമാണ് ഈ കറി കേട്ടോ. ഇത് ചപ്പാത്തിക്ക്, പൊറാട്ടയ്ക്ക്, ദോശയ്ക്ക് എല്ലാത്തേക്കും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറി കേട്ടോ. പിന്നീട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ബോളിലേക്ക് ആക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. ബൈ.